അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നവാസിഖുൽ ഇബ്തിദായിൽപ്പെട്ടിട്ടുള്ള അഫ്ആലുൽ മുഖാറബയെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അഫ്ആലുൽ മുഖാറബത്ത് എന്നാൽ 11ഓളം ഫിഅലുകളുണ്ട് എന്നും അവയുടെ അർത്ഥങ്ങൾ എന്തെല്ലാമാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി അല്ലേ. ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മൾ കാദ അസ എന്നുള്ള 2 ഫിഅലുകൾക്ക് ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. കാദ സൈദുൻ യഖൂമു, അസ സൈദുൻ അൻ യഖൂമ എന്നൊക്കെയായിരുന്നു ആ ഉദാഹരണങ്ങൾ. ഏതായാലും അത് പറഞ്ഞ സമയത്ത് നമ്മൾ ചെറിയ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാദ എന്നുള്ളതിൻ്റെ ഖബറിൽ യഖൂമു എന്നാണ്, അൻ എന്നുള്ള ഹർഫ് കൂടാതെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ അസ എന്നുള്ളതിൻ്റെ ഖബറോ അസ സൈദുൻ അൻ യഖൂമ എന്ന് ഫിഅൽ മുളാരിയോടൊപ്പം അൻ എന്നുള്ള ഹർഫ് ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. ആ ഒരു വിഷയമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഒന്ന് കിതാബിലേക്ക് നോക്കുക, ആ ബൈത്തൊന്ന് പാടി നോക്കാം. വകൗനുഹു ബിദൂനി അൻ ബഅദ അസ നസറും വകാദൽ അംറു ഫീഹി ഉകിസ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ അസ എന്നുള്ളതിൻ്റെ ഖബറിൽ അൻ എന്ന് ചേർന്ന് വരലാണ് കൂടുതലായിട്ടുള്ള ഉപയോഗം. ഓക്കെ, അതായത് അസ എന്നുള്ളതിൻ്റെ ഖബറിൽ നിന്നും അൻ എന്നുള്ളതിനെ ഒഴിവാക്കുന്നത് വളരെ വിരളമായിട്ടുള്ള ഉപയോഗമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി കാദ എന്നുള്ള ഫിഅലോ, കാദ എന്നുള്ളതിൻ്റെ ഖബറിലായിട്ട് അൻ എന്നുള്ള ഹർഫിനെ കൂട്ടിപ്പറയലാണ് വിരളമായിട്ടുള്ള ഉപയോഗം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതാണ് നമുക്ക് ആ ബൈത്തൊന്ന് അർത്ഥം വെച്ച് നോക്കാം. വകൗനുഹു ഖബർ ആവൽ ബിദൂനി അൻ, അൻ എന്നുള്ളത് കൂടാതെയാവൽ ബഅദ അസ, അസ എന്നുള്ള ഫിഅലിന് ശേഷം നസുറുൻ വളരെ വിരളമാണ്. അപ്പോൾ അസ എന്നുള്ള ഫിഅലിന് ശേഷമുള്ള ഖബർ അൻ എന്ന് ഇല്ലാതെ വരുന്നത് വളരെ വിരളമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി കാദ, കാദ എന്നുള്ള ഫിഅലോ അൽ അംറു ഫീഹി, കാദയിലുള്ള കാര്യം ഉകിസ നേരെ വിപരീതമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാദയുടെ ഖബറിൽ അൻ എന്ന് ചേർന്ന് വരാതിരിക്കലാണ് കൂടുതലായിട്ടുള്ള ഉപയോഗം. അങ്ങനെ കാദ അൻ യഖൂമ എന്ന് അൻ എന്ന് ചേർന്ന് വരൽ വളരെ കുറവായിട്ടുള്ള ഉപയോഗമാണ് എന്നർത്ഥം. ഓക്കെ, അത് തന്നെയാണ് ഷറഹിലും പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. ഐ അതായത് യഖ്തിറാനു ഖബരി അസ, അസ എന്നുള്ളതിൻ്റെ ഖബർ ചേർന്ന് വരൽ ബി അൻ, അൻ എന്നുള്ള ഹർഫുമായിട്ട് ചേർന്ന് വരൽ കസീറുൻ അധികമായിട്ടുള്ള ഉപയോഗമാണ്. വതജ്ലീദുഹു മിൻ അൻ, ഈ അസ എന്നുള്ളതിൻ്റെ ഖബറിനെ അൻ എന്നുള്ളതിൽ നിന്നും മാറ്റി നിർത്തൽ, ഒഴിവാക്കൽ ഖലീലുൻ വളരെ കുറവായിട്ടുള്ള ഉപയോഗമാണ് എന്നർത്ഥം. ഓക്കെ, വഹാദ മദ്ഹബ് സീബവൈഹി, ഇതാണ് സീബവൈഹി ഇമാമിൻ്റെ അഭിപ്രായം. എന്നാൽ സീബവൈഹി ഇമാമിൻ്റെ അഭിപ്രായത്തോട് ഒരു നേരിയ വ്യത്യാസമായിട്ടുള്ള ഒരഭിപ്രായമാണ് ബസറയിലെ അധിക നഹ്വി പണ്ഡിതന്മാർക്കുമുള്ളത്. മദ്ഹബു ജുംഹൂരിൽ ബസറിയീന, അധിക ബസറി പണ്ഡിതന്മാരുടെയും അഭിപ്രായം അന്നഹു തീർച്ചയായിട്ടും കാര്യം ലാ യതജറദു ഖബറുഹ, അസ എന്നുള്ളതിൻ്റെ ഖബർ ഒഴിവായിട്ട് വരികയില്ല മിൻ അൻ, അൻ എന്നുള്ള ഹർഫിൽ നിന്നും ഒഴിവായിട്ട് വരികയില്ല ഇല്ലാ ഫി ശഅരി, കവിതകളിലല്ലാതെ. അപ്പോൾ അസ എന്നുള്ളതിൻ്റെ ഖബറിൽ എപ്പോഴും അൻ എന്ന് വരേണ്ട ാണ്. ഇനി അഥവാ അത് വരേണ്ടാത്ത ഒരു സന്ദർഭമുണ്ടെങ്കിൽ അത് കവിതയിൽ മാത്രമേ പറ്റുകയുള്ളൂവെന്നാണ് അധിക ബസറി പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, എന്നാൽ സീബവൈഹി ഇമാമിൻ്റെ അഭിപ്രായത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ടായിരുന്നു അല്ലേ. സീബവൈഹി ഇമാം എന്താ പറയുന്നത്? അസ എന്നുള്ളതിൻ്റെ ഖബറിൽ അൻ എന്ന് വരാതിരിക്കൽ വളരെ കുറവായിട്ടുള്ള ഒരു ഉപയോഗമാണ് എന്നുള്ളത് മാത്രമാണ്. അത് ഷെയറിൽ മാത്രമേ വരികയുള്ളൂവെന്നൊന്നും സീബവൈഹി ഇമാമിന് അഭിപ്രായമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി ഖുർആനിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? വലം യർദി ഫിൽ ഖുർആനി, ഖുർആനിൽ അസ എന്നുള്ളതിൻ്റെ ഖബർ വന്നിട്ടില്ല ഇല്ലാ മുഖ്തറനം ബി അൻ, അൻ എന്നുള്ള ഹർഫുമായിട്ട് ചേർന്നിട്ടല്ലാതെ. അതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു ഫഅസല്ലാഹു അൻ യഅതിയ ബിൽ ഫത്ഹി. ഓക്കെ, മുഅ്മിനീങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ കണ്ടുകൊണ്ട് മുഅ്മിനീങ്ങളോട് ചേരാതെ യഹൂദന്മാരോടൊപ്പം ചേരുകയും അവരെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ചില മുനാഫിഖുകൾ ഉണ്ടായപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു തആല ഈ ഒരു ആയത്ത് ഇറക്കുന്നത്. ഫഅസല്ലാഹു അൻ യഅതിയ ബിൽ ഫത്ഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്കും ഒരു വിജയം കൊണ്ടുവന്നേക്കാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഏതായാലും ഇവിടെ അസ എന്നുള്ള ഫിഅലിൻ്റെ ഇസ്മായിട്ട് അല്ലാഹു എന്നും ഖബറായിട്ട് അൻ യഅതിയ എന്നും കാണാവുന്നതാണ്. ആ ഖബറായിട്ടുള്ള ഫിഅൽ മുളാരിയോടൊപ്പം അൻ എന്നുള്ള ഹർഫ് കൂടി ചേർന്ന് വന്നിട്ടുണ്ട് എന്നർത്ഥം. ഇനി അടുത്ത ഒരായത്താണ് വഖാല അസ്സ വജല്ല, അല്ലാഹു തആല പറയുന്നു അസ
അസാ റബ്ബുക്കും അൻ യർഹമക്കും, അല്ലാഹു തആല നിങ്ങളോട് കരുണ ചെയ്തേക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെയും അസ എന്നുള്ളതിൻ്റെ ഖബറിൽ അൻ യർഹമക്കും എന്ന് അൻ എന്നുള്ള ഹർഫ് ചേർന്ന് വന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി അസ എന്നുള്ളതിൻ്റെ ഖബറിൽ നിന്നും അൻ ഒഴിവാക്കിയതിനുള്ള ചില ഉദാഹരണങ്ങളാണ് 2 ബൈത്തുകളിലായിട്ട് പറയുന്നത്. ആദ്യത്തെ ബൈത്ത് വമിൻ വുറൂദിഹി ബിദൂനി അൻ, അസ എന്നുള്ളതിൻ്റെ ഖബർ അൻ എന്ന് കൂടാതെ വന്നതിൽപ്പെട്ടതാണ് ഖൗലുഹു, ഷായറിൻ്റെ ഖൗല്. ഇവിടെ ഷായറിൻ്റെ പേര് ഹുദ്ബത്ത് ബിൻ ഖശ്റം എന്നുള്ളതാണ്. അദ്ദേഹത്തെ ചില ശത്രുക്കൾ വന്നിട്ട് തടവിലാക്കിയപ്പോൾ സ്വയം ആശ്വസിക്കാൻ വേണ്ടിയിട്ട് സ്വന്തത്തോട് തന്നെ അദ്ദേഹം പാടിയിട്ടുള്ള ഒരു ബൈത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് പാടി നോക്കാം. അസൽ കർബുല്ലദി അംസൈത ഫീഹി യകൂനു വറാഅഹു ഫറജുൻ ഖരീബു. ഓക്കെ, അപ്പോൾ ഈ ഒരു കവി സ്വന്തത്തോട് പാടുകയാണ്. അസൽ കർബുല്ലദി അംസൈത ഫീഹി, നീ ഇപ്പോൾ വൈകുന്നേരമായിട്ടുള്ള ഈ ബുദ്ധിമുട്ട് ആയേക്കാം. യകൂനു വറാഅഹു, ഈ ബുദ്ധിമുട്ടിന് പിറകെ ഉണ്ടായി വന്നേക്കാം. ഫറജുൻ ഖരീബു, ഒരു അടുത്തായിട്ടുള്ള ഒരു ആശ്വാസം. ഓക്കെ, അപ്പോൾ നീ ഇപ്പോൾ ബുദ്ധിമുട്ടിലാണ് എങ്കിലും ഇത് കഴിഞ്ഞിട്ട് നിനക്ക് വലിയൊരു ആശ്വാസം വരാനുണ്ടായേക്കാം എന്ന് സ്വന്തത്തോട് പറഞ്ഞ് ആശ്വസിക്കുകയാണ് ഇവിടെ കവി ചെയ്യുന്നത്. ഏതായാലും ഇവിടെ അസ എന്നുള്ളതിൻ്റെ ഇസ്മ അൽ കർബു എന്നാണെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ഖബർ യകൂനു എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അതിനോടൊപ്പം അൻ എന്നുള്ള ഹർഫ് വന്നിട്ടില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അതുപോലെയുള്ള മറ്റൊരു ബൈത്താണ് ഖൗലുഹു, ഷായറിൻ്റെ ഖൗലും. ഇതും നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ അർത്ഥം തോന്നിപ്പിക്കുന്ന ഒരു ബൈത്താണ്. അസാ ഫറജുൻ യഅതി ബിഹില്ലാഹു ഇന്നഹു ലഹു കുല്ല യൗമിൻ ഫീ ഖലീഖതിഹി അംറു. ഓക്കെ, അസാ ഫറജുൻ, ഒരു ആശ്വാസം ആയേക്കാം. യഅതി ബിഹില്ലാഹു, അല്ലാഹു തആല ആ ആശ്വാസത്തെ കൊണ്ടുവന്നേക്കാം. കാരണം എന്താ? ഇന്നഹു, തീർച്ചയായിട്ടും അല്ലാഹു തആല, ലഹു അവനിക്കൊണ്ട്, കുല്ല യൗമിൻ എല്ലാ ദിവസവും, ഫീ ഖലീഖതിഹി അവൻ്റെ സൃഷ്ടികളിൽ, അംറുൻ ഒരു കാര്യമുണ്ട്. അപ്പോൾ അല്ലാഹു തആല ഇപ്പോൾ എനിക്ക് പ്രയാസം തന്നാലും പിന്നീട് എനിക്ക് അതിൽ നിന്നും ഒരു ആശ്വാസം നൽകും. അല്ലാഹു തആല എന്നെയെല്ലാം കാണുന്നുണ്ട്, ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ അല്ലാഹുവിന് നല്ലൊരു തീരുമാനമുണ്ടായേക്കാം എന്ന് ആശ്വസിക്കുകയാണ് ഇവിടെ കവി ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും നമുക്ക് അസ എന്നുള്ളതിൻ്റെ ഇസ്മായിട്ട് ഫറജുൻ എന്ന് കാണാം. അതിൻ്റെ ഖബറായിട്ടാണ് യഅതി ബിഹില്ലാഹു എന്ന് വന്നിട്ടുള്ളത്. എന്നാൽ അവിടെ അൻ എന്നുള്ള ഹർഫ് വന്നിട്ടില്ല എന്നർത്ഥം. ഓക്കെ, ഇതോടുകൂടെ അസ എന്നുള്ളതിൻ്റെ ഖബറിനെ കുറിച്ചുള്ള ചർച്ചകൾ കഴിയുന്നു. ഇനി അടുത്തത് കാദ എന്നുള്ള ഫിഅലാണ്. വഅമ്മ കാദ, ഇനി കാദ എന്നുള്ള ഫിഅൽ ഫദക്കറൽ മുസന്നിഫു, അപ്പോൾ മുസന്നിഫ് തങ്ങൾ പറഞ്ഞു അന്നഹ അക്സു അസ, കാദ എന്നുള്ളത് അസ എന്നുള്ള ഫിഅലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. വകാദൽ അംറു ഫീഹി ഉകിസ എന്നാണല്ലോ നമ്മൾ ബൈത്തിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഫയകൂനുൽ കസീറു ഫീ ഖബരിഹ, അപ്പോൾ കാദ എന്നുള്ളതിൻ്റെ ഖബറിൽ അധികമായിട്ടുള്ള ഉപയോഗം അയ്യതജറദ മിൻ അൻ, അൻ എന്നുള്ള ഹർഫിൽ നിന്നും അത് ഒഴിവായിട്ട് വരലാണ്. വയഖില്ലു ഖിറാനുഹു ബിഹ, കാദ എന്നുള്ളതിൻ്റെ ഖബർ അൻ എന്നുള്ളതുമായിട്ട് ചേർന്ന് വരൽ വളരെ കുറവായിട്ടുള്ള ഉപയോഗമാണ് എന്നർത്ഥം. എന്നാൽ വഹാദ ബിഖിലാഫി മാ നസ്സ അലൈഹിൽ അൻദുലുസിയൂന, എന്നാൽ ഈ ഒരു അഭിപ്രായം സ്പെയിനിലെ നഹ്വി പണ്ഡിതന്മാർ വ്യക്തമാക്കി പറഞ്ഞ അഭിപ്രായത്തോട് കുറച്ച് വിപരീതമായിട്ടുള്ള അഭിപ്രായമാണ്. ഓക്കെ, നേരത്തെ നമ്മൾ അസ എന്നുള്ള ഫിഅലിൽ സീബവൈഹി ഇമാമും ബസറയിലെ പണ്ഡിതന്മാരും തമ്മിലുള്ള ഒരു ചെറിയ ക്ലാഷ് പറഞ്ഞിരുന്നല്ലോ. അതേ ഒരു അഭിപ്രായ വ്യത്യാസമാണ് ഇവിടെ സ്പെയിനിലെ പണ്ഡിതന്മാർക്കുമുള്ളത്. അവരെന്താ പറയുന്നത്? മിൻ അന്നഖ്തിറാന ഖബരിഹ ബി അൻ, തീർച്ചയായിട്ടും കാദ എന്നുള്ളതിൻ്റെ ഖബർ അൻ എന്നുള്ളതുമായിട്ട് ചേർന്ന് വരൽ മഖ്സൂസും ബിശ്ശഅരി, അത് കവിതയുമായിട്ട് പ്രത്യേകമായതാണ്. അതായത് കാദ എന്നുള്ളതിനോടൊപ്പം അൻ എന്ന് ചേർന്ന് വരണമെങ്കിൽ അത് ഷെയറിൽ മാത്രമേ പറ്റുകയുള്ളൂവെന്നാണ് സ്പെയിനിലെ നഹ്വി പണ്ഡിതന്മാർ പറയുന്നത്. ഓക്കെ, ഫമിൻ തജ്രീദിഹി മിൻ അൻ, അപ്പോൾ അൻ എന്നുള്ള ഹർഫിൽ നിന്നും കാദ എന്നുള്ളതിൻ്റെ ഖബറിനെ മാറ്റി നിർത്തിയ ഒഴിവാക്കിയിട്ടുള്ളതിനുള്ള ഉദാഹരണമാണ് ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ ഖൗല് ഫദബഹൂഹ വമാ കാദു യഫ്അലൂൻ എന്നുള്ളത്. ഓക്കെ, മൂസാ നബിയുടെ ആ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അന്നത്തെ കാലത്ത് ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുന്നതായിട്ട് ബനു ഇസ്രായേലിയർ കാണുന്നു. അപ്പോൾ അത് കൊന്നതാരാണ് എന്ന്, ഘാതകൻ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അവർ മൂസാ നബിയെ സമീപിക്കുന്നു. മൂസാ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു തആല ഒരു പശുവിനെ അറുത്തുകൊണ്ട് അതിൻ്റെ എല്ല് കൊണ്ട് ആ മനുഷ്യനെ അടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. എന്നാൽ അത് കേട്ടത് ബനു ഇസ്രായേലിയർ മൂസാ നബിയോട് വേണ്ടാത്ത കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു.
ആദ്യമായിട്ട് അതിൻ്റെ പ്രായത്തെക്കുറിച്ചായിരുന്നു ചോദ്യം. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം വളരെ ചെറുതോ എന്നാൽ വളരെ വയസ്സായതോ ആവാത്ത അവാനും ബൈനദാലിക് ഒരു മധ്യ വയസ്സായിട്ടുള്ള ഒരു പശു വേണമെന്ന് പറഞ്ഞു. പിന്നീട് ബനു ഇസ്രായേലിയരുടെ ചോദ്യം അതിൻ്റെ നിറമായിരുന്നു. അപ്പോൾ സൊഫ്ര ഉഫാഖിഉല്ലൗനഹ വെട്ടിത്തിളങ്ങുന്ന മഞ്ഞ നിറമായിരിക്കണമെന്ന് അല്ലാഹു തആല മറുപടി പറഞ്ഞു. പിന്നെ മൂന്നാമത്തതും അവർ എങ്ങനെയുള്ള പശുവാണെന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി എന്താണ് പറഞ്ഞത്? തീരെ കൃഷിക്കൊന്നും ഉപയോഗിക്കാത്ത തരത്തിലുള്ള ഫ്രഷ് ആയിട്ടുള്ള പശു വേണമെന്നാണ് പറഞ്ഞത്. ഏതായാലും അങ്ങനത്തെ ഒരു പശുവിനെ കിട്ടിയതിന് ശേഷം ഫദബഹുഹ ബനു ഇസ്രായേലിയർ ആ പശുവിനെ അറുത്തു. വമാ കാദു യഫ്അലൂൻ അവരങ്ങനെ ചെയ്യാൻ അടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെയൊന്നും ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോഴേക്കും ഒരു കണ്ട പശുവിനെ അറുത്തുകൊണ്ട് അതിൻ്റെ എല്ലുകൊണ്ട് അടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അവരിങ്ങനെ അവരുടെ ധിക്കാരം കാരണത്താൽ ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പശുവിനെ തന്നെ വളരെ കാശ് നൽകിയിട്ട് വാങ്ങി അറുക്കേണ്ടി വന്നിട്ടുള്ളത് എന്നർത്ഥം. ഇനി അടുത്തത് വഖാല ഖുർആനിൽ വന്നിട്ടുള്ള മറ്റൊരു ഉദാഹരണമാണ് മിൻ ബഅദി മാ കാദ യസീഉ ഖുലൂബു ഫരീഖിൻ മിൻഹും. തബൂക്ക് യുദ്ധത്തെക്കുറിച്ചാണ് ഈ ഒരു പരാമർശം അല്ലാഹു തആല നടത്തിയിട്ടുള്ളത്. തബൂക്ക് യുദ്ധത്തെക്കുറിച്ച് നമുക്കറിയാം, സഹാബാക്കൾ അങ്ങേയറ്റം വിഷമിച്ചിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു അത്. വളരെ ദൂരത്തുള്ള സ്ഥലത്തേക്ക് പോയിട്ടായിരുന്നു അവരെ തമ്പടിച്ചിരുന്നത്. ഏതായാലും ആ ഒരു യാത്രയിൽ പോകേണ്ട സാദ് പോലും പാഥേയം പോലും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അല്ലാഹു തആല തങ്ങളെ കൈവെടിയുമോ, അല്ലാഹു തആല സഹായിക്കില്ലേ എന്നുള്ള ഒരു ആശങ്ക ആ സഹാബാക്കളിൽ ചിലർക്കെങ്കിലും വന്നു. അതിനെക്കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു തആല ഈ ഒരു ആയത്തിന് മുമ്പ് പറയുന്നത് ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ എന്നാണ്. അല്ലാഹു തആല എല്ലാവർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് മിൻ ബഅദി മാ കാദ യസീഉ ഖുലൂബു ഫരീഖിൻ മിൻഹും തബൂക്ക് യുദ്ധത്തിന് പോയിട്ടുള്ള സഹാബാക്കളിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകളുടെ ഖൽബുകൾ, അവരുടെ ഹൃദയങ്ങൾ വ്യതിചലിക്കാൻ അടുത്തതിന് ശേഷം എന്നാണ് ഇവിടെ പറയുന്നത്. ഏതായാലും അള്ളാഹുവിനെ കുറിച്ചൊരു ചെറിയ ആശങ്ക വന്നു എന്നാണ് ഈ ഒരു ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. നമ്മളുടെ ഇവിടുത്തെ വിഷയം എന്താണ്? കാദ എന്നുള്ള ഫിഅലിനോടൊപ്പം വന്ന യസീഗു എന്നുള്ള ഫിഅല്, അതിൽ അൻ എന്നുപയോഗിക്കാതെയാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത് എന്നർത്ഥം. ഇനി അടുത്തത് വമിൻ ഇഖ്തിറാനിഹി ബി അൻ, കാദ എന്നുള്ള ഫിഅലിൻ്റെ ഖബർ അൻ എന്നുള്ള ഹർഫുമായിട്ട് ചേർന്ന് വന്നതിൽപ്പെട്ടതാണ്. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, മാ കിത്തു അൻ ഉസല്ലിയൽ അസ്റ ഹത്താ കാദത്തി ശംസു അൻ തഗ്റുബ. മാ കിത്തു അൻ ഉസല്ലിയൽ അസ്റ, ഞാൻ അസ്ർ നിസ്കരിക്കാൻ അടുത്തിട്ട് പോലുമില്ല എന്ന് പറഞ്ഞാൽ അസ്ർ ഞാൻ നിസ്കരിക്കുക എന്നുള്ളത് വളരെ കുറവാണ്. ഹത്താ എപ്പോൾ, ഹത്താ അങ്ങനെ, കാദത്തി ശംസു അൻ തഗ്റുബ സൂര്യൻ അസ്തമിക്കാനെടുക്കുന്നു. അപ്പോൾ സൂര്യൻ അസ്തമിക്കാനെടുക്കുന്ന സമയത്ത് ഞാൻ അസ്ർ നിസ്കരിക്കാൻ അടുക്കുക പോലുമില്ല എന്നർത്ഥം. അസ്ര നിസ്കാരത്തെ വളരെയധികം പിന്തിപ്പിക്കുന്നത് കറാഹത്താണ് എന്നൊക്കെ നമുക്കറിയാമല്ലോ. ഏതായാലും അതിനെക്കുറിച്ചുള്ള സൂചനയാണ് ഈ ഹദീസിലൂടെ നബി തങ്ങൾ നൽകുന്നത്. ഇവിടെ കാദ എന്നുള്ള ഫിഅൽ നമുക്ക് കാണാം, അതിൻ്റെ ഇസ്മായിട്ട് താഉൽ മുത്തകല്ലിമും അതിൻ്റെ ഖബറായിട്ട് അൻ ഉസല്ലിയ എന്ന് നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമത്തെ കാദ എന്നുള്ള ഫിഅലിൻ്റെ ഇസ്മായിട്ട് ഷംസു എന്നും ഖബറായിട്ട് അൻ തഗ്റുബ എന്നും കാണാവുന്നതാണ്. ഏതായാലും ആ രണ്ട് ഖബറിലും അൻ എന്നുള്ള ഹർഫ് ചേർന്ന് വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി വഖൗലുഹു, ഇപ്രകാരം കാദ എന്നുള്ളതിൻ്റെ ഖബറിൽ അൻ എന്ന് ചേർന്ന് വന്നതിൽ പെട്ടതാണ് ഷായിറിൻ്റെ ഖൗലും. കാദത്തിൻ നഫ്സു അൻ തഫീള അലൈഹി ഇദ് ഗദാ ഹഷ്വറൈതത്തിൻ വബുറൂദി എന്നാണ് ആ ബൈത്ത്. ഈ ബൈത്ത് പാടിയിട്ടുള്ളത് മുഹമ്മദ് ബിൻ മുനാദിർ എന്ന് പറയുന്ന കവിയാണ്. ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അബ്ദുൽ മജീദ് ബിൻ അബ്ദുൽ വഹാബ് എന്നുള്ള ആൾ മരിച്ചപ്പോൾ അതിൻ്റെ ഒരു അനുശോചന കാവ്യമായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, ഈ ബൈത്ത് പാടിയിട്ടുള്ളത്. അപ്പോൾ അബ്ദുൽ മജീദ് എന്നുള്ള ആളുടെ വിയോഗം, അദ്ദേഹം മരണപ്പെടുക എന്നുള്ളത് സമൂഹത്തിന് വളരെ നഷ്ടമായിട്ടുള്ള കാര്യമാണ്. കാദത്തിൻ നഫ്സു, എല്ലാ ശരീരങ്ങളും അടുത്തു, അൻ തഫീള അലൈഹി,
ആ അബ്ദുൽ മജീദിൻ്റെ മേൽ ഒഴുകാൻ അടുത്തു എന്ന് പറഞ്ഞാൽ, ഇവിടെ ഫാല എന്ന് പറഞ്ഞാൽ ഒഴുകി എന്ന് പറഞ്ഞാൽ ഹലക്ക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അബ്ദുൽ മജീദ് എന്നുള്ള ആൾ മരിച്ചപ്പോഴേക്കും ബാക്കിയുള്ള ശരീരങ്ങളൊക്കെ നശിക്കാൻ തുടങ്ങി, അവർക്കൊക്കെ വിഷമമാകാൻ തുടങ്ങി എന്നർത്ഥം. ഇത് എപ്പോഴാണ്, ഏത് സമയത്ത്? ഇത് ഗദാ, ആ അബ്ദുൽ മജീദ് എന്നുള്ള ആൾ രാവിലെ പോയപ്പോൾ, ഹഷ്വ എന്ന് പറഞ്ഞാൽ ഉള്ളിലായിട്ട്, റൈത്തത്തിൻ, റൈത്തത്ത് എന്ന് പറഞ്ഞാൽ കഫൻ പുടവ എന്നാണ് അർത്ഥം, ബുറൂദിൻ, ബുറൂദ് എന്ന് പറഞ്ഞാൽ വിരിപ്പ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ കഫൻ പുടവക്കും വിരിപ്പിനും ഉള്ളിലായിട്ട് അബ്ദുൽ മജീദ് എന്നുള്ള അയാളുടെ മയ്യത്ത് പോയ സമയത്ത് എല്ലാ ശരീരങ്ങളും നശിക്കാൻ തുടങ്ങി, നശിക്കാൻ അടുത്തു എന്നാണ് ഈ ഒരു ബൈത്തിലൂടെ ആ കവി പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇവിടെ കാദ എന്നുള്ള ഫിഅല് അതിൻ്റെ ഇസ്മായിട്ട് അൻ നഫ്സു എന്ന് നമുക്ക് കാണാം, അതിൻ്റെ ഖബറായിട്ട് അൻ തഫീല എന്നും കാണാവുന്നതാണ്. ആ ഖബറായിട്ടുള്ള മുളാരിഇനോടൊപ്പം അൻ എന്നുള്ള ഹർഫ് ചേർന്ന് വന്നിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ അസ കാദ എന്നുള്ള രണ്ട് ഫിഅലുകൾ, അതിൻ്റെ ഖബറുകൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഹറ എന്നുള്ളതുപോലെ ഇഖ്ലൗലക, ഔഷക എന്നീ ഫിഅലുകളെ കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. ബൈത്തിലേക്ക് നോക്കുക. വകഅസ ഹറ വലാകിൻ ജുഇല خبرها حتما بأن متصلا وألزم خلولاق أن مثل حرا وبعد أوشاك انتفاء نزرا. അതൊന്ന് അർത്ഥം വെച്ച് നോക്കാം. വക അസ, അസ എന്നുള്ള ഫിഅലിനെ പോലെ തന്നെയാണ് ഹറ, ഹറ എന്നുള്ള ഫിഅലും. അതായത് രണ്ടിൻ്റെയും അർത്ഥം റജ ആണ്, ആയേക്കാം എന്നുള്ളതാണെന്നർത്ഥം. വലാക്കിൻ പക്ഷേ, ജുഇല ആക്കപ്പെട്ടിട്ടുണ്ട്, ഖബറുഹ ഹറ എന്നുള്ള ആ കലിമത്തിൻ്റെ ഖബർ ഹത്മൻ നിർബന്ധമായിട്ടും, ബി അൻ, അൻ എന്നുള്ള ഹർഫുമായിട്ട് മുത്തസിലൻ ചേർന്ന് വരപ്പെട്ടതായിട്ട്. ഓക്കെ, അതായത് ഹറ എന്നുള്ളതിൻ്റെ ഖബർ എപ്പോഴും അൻ എന്നതിനോട് ചേർന്ന് വന്നതായിരിക്കുമെന്നർത്ഥം. അപ്പോൾ ഹറ എന്നുള്ളതിൻ്റെ ഖബർ എപ്പോഴും ഫിഅൽ മുളാരി ആയിരിക്കും, അതിനോടൊപ്പം അൻ എന്ന് ചേർന്ന് വരുന്നതുമാണ് എന്നുള്ളതുപോലെ തന്നെയാണ്. വ അൽസമു ഇഖ്ലൗലക, ഇഖ്ലൗലക എന്നുള്ള ഫിഅലിനെയും അവർ ലാസിമാക്കിയിട്ടുണ്ട് അൻ, അൻ എന്നുള്ള ഹർഫിനെ. അപ്പോൾ ഇഖ്ലൗലക എന്നുള്ളതിൻ്റെ ഖബറായിട്ടുള്ള ഫിഅൽ മുളാരിയിനോടൊപ്പം അൻ എന്നുള്ളത് ഈ നഹ്വി പണ്ഡിതന്മാർ നിർബന്ധമാക്കിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. മിസ്ല ഹറ, ഹറ എന്നുള്ള ഫിഅലിനെ പോലെ തന്നെ, അതിൻ്റെ ഖബറിനെ പോലെ തന്നെ. ഇനി അടുത്തത് ഔഷക എന്നുള്ളതോ, വബഅദ ഔഷക, ഔഷക എന്നുള്ള ഫിഅലിന് ശേഷമുള്ള ഖബർ ഇന്തിഫാഅൻ, അൻ എന്നുള്ളത് ഒഴിവാവുക എന്നത് നസുറ വളരെ വിരളമാണ് എന്നർത്ഥം. അപ്പോൾ ഔഷക എന്നുള്ളതിൻ്റെ ഖബറിലും അൻ എന്ന് ചേർന്ന് വരലാണ് കൂടുതലായിട്ടുള്ള ഉപയോഗം, അൻ എന്ന് ഇല്ലാതിരിക്കൽ വളരെ വിരളമാണ് എന്നർത്ഥം. അവിടെ നസറ എന്നാണെങ്കിൽ സാഇന് ഫത്ഹാണ് എങ്കിൽ അത് നസുറ എന്ന് ലമ്മാക്കിയിട്ട് മാറ്റണം കേട്ടോ. ഓക്കെ, ഇനി ഇതേ കാര്യമാണ് ഷറഹിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് നോക്കുക. യാനി മുസന്നിഫ് തങ്ങൾ ഉദ്ദേശിക്കുന്നു അന്ന ഹറ മിസ്ലു അസ, ഹറ എന്നുള്ള ഫിഅല് അസ എന്നുള്ളതിനെ പോലെ തന്നെയാണ്. ഫിദ്ദലാലത്തി അലാ റജാഇൽ ഫിഅലി, ഒരു പ്രവർത്തനം എന്തുണ്ട്, റജ ഉണ്ട്, നടക്കാൻ സാധ്യതയുണ്ട്, പ്രതീക്ഷയുണ്ട്, ആയേക്കാം എന്നുള്ള അർത്ഥം ലഭിക്കുന്ന വിഷയത്തിൽ. ലാക്കിൻ പക്ഷേ യജിബു ഇഖ്തിറാനു ഖബരിഹാ ബി അൻ, ഹറ എന്നുള്ളതിൻ്റെ ഖബർ അൻ എന്നുള്ള ഹർഫുമായിട്ട് ചേർന്ന് വരൽ നിർബന്ധമാണ്. ഇതുപോലെ നഹ്വു ഹറ സൈദുൻ അൻ യഖൂമ എന്നുള്ളത് പോലെ സെയ്ദ് നിന്നേക്കാം എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. വലം യുജറദ് ഖബറുഹ മിൻ അൻ, ഹറ എന്നുള്ളതിൻ്റെ ഖബർ അൻ എന്നുള്ള ഹർഫിൽ നിന്നും ഒഴിവായിട്ട് വന്നിട്ടില്ല. ലാ ഫി ശഅരി വലാ ഫി ഗൈരിഹി, അത് ഷെയറിലും കവിതയിലും ഒഴിവായിട്ട് വന്നിട്ടില്ല, അതല്ലാത്ത നസിറിലും ഒഴിവായിട്ട് വന്നിട്ടില്ല എന്നർത്ഥം. അതുപോലെ തന്നെയാണ് വകദാലിക ഇഖ്ലൗലക, ഇപ്രകാരം തന്നെയാണ് ഇഖ്ലൗലക എന്നുള്ള ഫിഅലും. തൽസമു അൻ ഖബറഹ, ഇഖ്ലൗലക എന്നുള്ള ിൻ്റെ ഖബറിനോട് അൻ എന്നുള്ളത് ലാസിമായിട്ട് എപ്പോഴും ചേർന്ന് വരുന്നതാണ്. നഹ്വു ഇതുപോലെ ഇഖ്ലൗലഖത്തി സമാഉ അം തുംതിറ,
ആകാശം മഴ പെയ്തേക്കാം എന്നുള്ള അർത്ഥത്തിന് തുംതിറ എന്ന് ഖബറിൽ എന്ന് ചേർന്ന് വരണം എന്നർത്ഥം. വഹുവ മിൻ അംസലത്തി സീബവൈഹി, ഈ ഇഖ്ലൗ ലഖദി സമാഉ അൻ തുംതിറ എന്നുള്ളത് സീബവൈഹി ഇമാം പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളിൽ പെട്ടതാണ്. ഇനി അടുത്തത് നമ്മൾ ബൈത്തിലായിട്ട് അവസാനം പഠിച്ച ഔഷക എന്നുള്ള ഫിഅൽ. വ അമ്മ ഔഷക, ഇനി ഔഷക എന്നുള്ള ഫിഅലോ ഫൽ കസീറോ, അപ്പോൾ അധികമായിട്ടുള്ള ഉപയോഗം യഖ്തിറാനു ഖബറിഹാ ബി അൻ, ഔഷക എന്നുള്ള ഖബറിനോടൊപ്പം അൻ എന്നുള്ളത് ചേർന്ന് വരലാണ്. വയഖില്ലു ഹദ്ഫുഹാ മിൻഹു, ആ ഔഷക എന്നുള്ള ഫിഅലിൽ നിന്നും അൻ എന്നുള്ള ഹർഫിനെ കളയുന്നത് വളരെ കുറവാണ് എന്നർത്ഥം. അപ്പോൾ ഫമൻ ഇഖ്തിറാനിഹി ബിഹ, ഔഷക എന്നുള്ള ഫിഅലിൻ്റെ ഖബർ ആ അൻ എന്നുള്ള ഹർഫിനോട് ചേർന്ന് വന്നതിൽപ്പെട്ടതാണ് ഖൗലുഹു, ഷായറിൻ്റെ ഖൗല്. ഷായർ ഇവിടെ പറയുന്നു വലൗ സുഇലന്നാസു തുറാബാല ഔഷകു ഇദാ ഖീല ഹാതു അൻ യമല്ലു വയംനഉ. ഓക്കെ, ഈ കവിതയിലൂടെ ഷായർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ നീ അത് ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോട് 2 കൈകൾ ഉയർത്തി ചോദിച്ചാൽ അള്ളാഹു എന്തായാലും നിനക്ക് ഉത്തരം നൽകും. അള്ളാഹുവിനോട് ചോദിച്ചതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു തരത്തിലുള്ള മടുപ്പോ പ്രയാസമോ ഉണ്ടാവുകയില്ല. പക്ഷേ നീ ജനങ്ങളോടാണ് ചോദിക്കുന്നത് എങ്കിൽ ജനങ്ങൾ മോശക്കാരാണ്, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ് നീ ചോദിക്കുന്നത് എങ്കിലും അതും അവർ നിനക്ക് നൽകുകയില്ല എന്നുള്ള ഒരു ആശയത്തിലാണ് ഈ ബൈത്ത് ഷായർ പറഞ്ഞിട്ടുള്ളത്. വലൗ സുഇലന്നാസു, ജനങ്ങൾ ചോദിക്കപ്പെടുകയാണെങ്കിൽ, അത്തുറാബ മണ്ണിനെ ചോദിക്കപ്പെടുകയാണെങ്കിലും, ല ഔഷകു അവർ അടുക്കുന്നതാണ്, ഇദാ ഖീല അവരോട് ആ മണ്ണ് കൊണ്ടുവരൂ എന്ന് പറയപ്പെടുകയാണെങ്കിൽ, അപ്പോൾ മണ്ണ് കൊണ്ടുവരൂ എന്ന് ജനങ്ങളോട് ചോദിക്കപ്പെടുകയാണെങ്കിൽ അവർ അടുക്കും. എന്തിന്? അയ്യമല്ലു അവർ മടുക്കുവാനും, വയംനഉ അവരത് തടയുവാനും. ഓക്കെ, അപ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത മണ്ണ് കൊണ്ടുവരാനാണ് പറയുന്നത് എങ്കിലും അവർക്കത് വല്ലാത്ത മടുപ്പായിരിക്കും, അവരത് തടഞ്ഞു വെക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ ഷായർ പറയുന്നത്. ഏതായാലും ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഔഷക എന്നുള്ള ഫിഅലും അതിനോടൊപ്പം അതിൻ്റെ ഇസ്മും, അതായത് വാവുൽ ജമാഅത്ത് എന്നുള്ള ഇസ്മും നമുക്ക് കാണാം. അതിൻ്റെ ഖബറായിട്ട് അൻ യമല്ലു എന്നും നമുക്ക് കാണാവുന്നതാണ്. യമല്ലു എന്നുള്ള ആ ഖബറിനോടൊപ്പം അൻ എന്നുള്ള ഹർഫ് ചേർന്ന് വന്നിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി ഔഷക എന്നുള്ളതിൻ്റെ ഖബറിൽ അൻ എന്ന് ചേർന്ന് വരാതിരിക്കൽ ഖലീലാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അത്തരത്തിലുള്ള ഉദാഹരണമാണ് വമിൻ തജറുദിഹി മിൻഹ, ഔഷക എന്നുള്ളതിൻ്റെ ഖബർ അൻ എന്നുള്ളതിൽ നിന്നും ഒഴിവായിട്ട് നിന്നതിൽ പെട്ടതാണ് ഖൗലുഹു, ഷായറിൻ്റെ ഖൗല്. ഓക്കെ, ഇവിടെ ഷായർ ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത് എന്ന് പറയുന്ന ഒരു പടനായകനാണ്. ഇദ്ദേഹം തൻ്റെ അനുയായികളോട് ഒരു യുദ്ധത്തിൽ വെച്ചിട്ട് പറയുകയാണ്, ഈ ഒരു യുദ്ധത്തിൽ നിങ്ങൾ തോറ്റോടുകയാണെങ്കിൽ, മരണത്തെ പേടിച്ചുകൊണ്ട് നിങ്ങൾ തോറ്റോടിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം മരണം എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത് അവിടെ വെച്ചിട്ട് നിങ്ങളെ പിടികൂടും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിച്ചോടേണ്ടതില്ല. ഇങ്ങനെ പേടിച്ചോടിയവർ എന്ത് ചെയ്യാം? അവരുടെ ഗഫലത്തിൻ്റെ സമയത്ത്, മരണത്തെക്കുറിച്ച് ഒരു ബോധ്യവുമില്ലാത്ത സമയത്തായിരിക്കും അവരെ മരണം പിടികൂടുന്നത് എന്നുള്ള ഒരു ആശയമാണ് ഈ ബൈത്തിലൂടെ ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത് എന്നുള്ളവർ പറയുന്നത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. യൂഷിക്കു മൻ ഫറ മിൻ മനിയതിഹി ഫീ ബഅദി ഗിറാതിഹി യുവാഫിഖുഹാ. ഓക്കെ, യൂഷിക്കു അടുക്കുന്നതാണ്, മൻ ഫറ മിൻ മനിയതിഹി തൻ്റെ മരണത്തിൽ നിന്നും ഓടിപ്പോയിട്ടുള്ള ഒരാൾ അടുക്കുന്നതാണ്, ഫീ ബഅദി ഗിറാതിഹി അവൻ്റെ ചില ഗഫ്ലത്തുകളുടെ സമയത്ത്, അവൻ മരണത്തെ തൊട്ട് അശ്രദ്ധനായിരിക്കുന്ന സമയത്ത്, യുവാഫിഖുഹ ആ മരണത്തെ നേരിൽ കണ്ടുമുട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും ഓടിപ്പോയാലും ശരി, പിന്നീട് അവർ അവരുടെ ഒരു ഗഫലത്തിൻ്റെ സമയത്ത് മരണത്തെ കൊണ്ടുമുട്ടാൻ അടുക്കുന്നതാണ് എന്നാണ് ഇവിടെ ഈ ഷായർ പറയുന്നത്. ഏതായാലും ഇവിടെ യൂഷിക്കു എന്നുള്ള ഫിഅൽ നമുക്ക് കാണാം. അത് ഔഷക എന്നുള്ളതിൻ്റെ മുളാരി ആണ്. അതിൻ്റെ ഇസ്മായിട്ട് മൻ എന്നും നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ഖബറിൽ വന്നിട്ടുള്ളത് യുവാഫിഖുഹ എന്നുള്ളതാണ്. അവിടെ നമുക്ക് അൻ എന്നുള്ള ഹർഫ് കാണാൻ സാധ്യമല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ആ 3 ഫിഅലുകളിലെയും ഹറ, ഇഖ്ലൗ, ലഖ, ഔഷക എന്നീ ഫിഅലുകളുടെയും ഖബർ എങ്ങനെയാണ് വരിക എന്നുള്ള ചർച്ചയും തീരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.